ഒരാളുടെ ഉമ്മ മരിച്ചു. അവരുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അതിൻ്റെ വിധി എന്താണ്? സുന്നത്തുണ്ടോ? ആ ഖബർ കിടക്കുന്ന ആൾക്ക് കൂലി കിട്ടുമോ? അതിൻ്റെ പുണ്യം ലഭിക്കുമോ? അല്ല ഇത് ഈ ഖബർ സിയാറത്ത് ചെയ്ത ആൾക്ക് മരണത്തെ ഓർക്കാൻ മാത്രമുള്ളൊരു കാരണം മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യ ചോദ്യം. മറുപടിക്ക് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു. ഖബർ സന്ദർശനം എന്നത് സിയാർത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മരണമെന്ന ഓർമ്മയുണ്ടാകാനാണ്. ഹദീസിൽ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. സമാന ആശയത്തിൽ ചെറിയ പദപ്രയോഗങ്ങൾ വ്യത്യാസത്തോടു കൂടിയാണ് പരലോകം ഓർക്കാൻ, ദുനിയാവിൽ താല്പര്യം കുറയാൻ, കൽബിന് കാഠിന്യം കുറയാൻ എന്നൊക്കെയുള്ള പദങ്ങൾ. ഉദ്ദേശം അതും ഒന്ന് തന്നെയാണ്. അപ്പൊ സിയാർത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചു അതാണ് നേട്ടം. ഇനി ഖബറാളിക്ക് എന്താണ് ലാഭം? ഖബർ സിയാർത്ത് ചെയ്യുന്ന ഒരാൾ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ ഗുണം ആ ഖബറാളിക്ക് കിട്ടും. അതേസമയം മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിങ്ങൾ തന്നെ പോകണമെന്നില്ല, എവിടുന്നും പ്രാർത്ഥിക്കാം. അപ്പൊ എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മാന്റെ ഖബറിലേക്ക് ഞാൻ പോവുക എന്നതിനേക്കാൾ ഏറെ ആ പോണ സമയത്തും പ്രാർത്ഥിക്കാം, തിരിച്ചു പോരുമ്പോഴും പ്രാർത്ഥിക്കാം. അവന്റെ ഏത് ദുആയിലും അവന്റെ മരിച്ചുപോയവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കളെയും വിശ്വാസികളെയും ഒക്കെ അവന് അവിടെ ഉൾപ്പെടുത്താം. അപ്പൊ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിങ്ങ പോകേണ്ട കാര്യമില്ല. എന്നാൽ പോകുന്ന സമയത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ദോരിക്കാൻ വേണ്ടി അവിടെ പോകേണ്ട, എവിടുന്ന് വരുന്നാലും കിട്ടും. അവിടുന്ന് വരുന്നാലും പറ്റും, അല്ലാത്തത് വരുന്നാലും പറ്റും, വീട്ടിൽ നിന്നായാലും പറ്റും, പള്ളിയിൽ നിന്നായാലും പറ്റും, ഏതു സമയത്തും പറ്റും. എന്നാൽ പോകുന്ന സമയത്തു പ്രാർത്ഥിക്കാം. അതാണ് നബിയുടെ മാതൃക. ആയിഷ ബീവി ചോദിച്ചുവല്ലോ, ഖബർ സന്ദർശിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? ഇപ്പൊ പഠിപ്പിച്ചു. സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്കും ഞങ്ങൾക്കും ആഫിയത്തിന് വേണ്ടി ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ദുആയുടെ ഫലം ഖബറാളിക്ക് തീർച്ചയായും കിട്ടും, അല്ലാഹു സ്വീകരിക്കുന്നുവെങ്കിൽ. അത് അവിടെ പോയി വരുന്നാലേ കിട്ടുള്ളൂ എന്നില്ല. പോകുന്ന ആളെ സംബന്ധിച്ച് മരണം എന്ന ഓർമ്മയുണ്ടാവാൻ, പരലോകം എന്ന ചിന്തയുണ്ടാവാനാണ് ഖബർ സന്ദർശിക്കേണ്ടത്. ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി പോകുമ്പോൾ ചെയ്യാവുന്ന കാര്യമാണ് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് കൂടി അല്ലാഹു അറിയാം. ഞാൻ ചോദ്യം വ്യക്തത വരുത്തിനി, പക്ഷെ ഉത്തരം തൃപ്തിയായില്ല. ഒന്നുകൂടി കൃത്യമായിട്ട്, ഏത് ദുആ ആണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പരലോകത്തിനാവട്ടെ ദുനിയാവിനാവട്ടെ പ്രാർത്ഥിച്ചാൽ പടച്ചോൻ സ്വീകരിച്ചാലാണ് അതിനുള്ള പുണ്യം കിട്ടുക എന്നുള്ളത് സത്യ. അത് ഖബർ സിയാറത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ചോദിച്ചത് മരണത്തെ ഓർക്കാൻ മാത്രാണോ? അല്ല, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ഞാൻ ഉമ്മാന്റെ ഖബറിങ്ങ പോയിട്ട് ഖുർആൻ ഓതുന്നു, ദുആ ചെയ്യുന്നു, അല്ലാതെ ഉമ്മാനോട് എന്ത് സഹായം ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. വളരെ കൃത്യമാണ് ചോദ്യം. അപ്പോൾ എനിക്ക് മരണത്തെ ഓർക്കാൻ അതിന് ആ ഖബറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടേക്ക് എത്തുമ്പോൾ തന്നെ പള്ളികണ്ടിക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ഖബറുകളുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ മരണത്തെ ഓർക്കാൻ ധാരാളം ഇഷ്ടംപോലെ മയ്യത്തുകൾ ആളുകൾ കാണുന്നുണ്ട്. അപ്പം മരണത്തെ ഓർക്കാൻ സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാൽ ഒരിക്കലും അങ്ങോട്ട് നമ്മുടെ ഉമ്മാന്റെ ഖബറിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് സമയത്ത് മാതാപിതാക്കൾക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദ്വാരക്കണം എന്നല്ല, അതൊക്കെ കൃത്യം, അതൊക്കെ ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കുണ്ട്. പക്ഷെ ചോദ്യം വളരെ കൃത്യമാണ്. എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ഉമ്മാന്റെ ഖബറിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാന്റെ ഖബറിലേക്ക് പോയി ഞാൻ ഖുർആൻ ഓതിയോണ്ട് ഉമ്മാക്ക് ദുആ ചെയ്താൽ അത് പടച്ചോൻ സ്വീകരിച്ചാൽ, അത് ഏതിലും അങ്ങനെയാണല്ലോ, പടച്ചോൻ സ്വീകരിച്ചാൽ ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ? ഉത്തരത്തിന് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു. അതിലിപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഒന്നല്ലേ. നിങ്ങൾ ഖുർആനോത്തോടെ കൂട്ടിന്നുള്ളൂ. ഖുർആനോത്തിന് തെളിവൊന്നുമില്ല, ദുആയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഞാൻ നിങ്ങൾ പറഞ്ഞു ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ സിയാർത്ത് ചെയ്തു എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നിങ്ങൾ സിയാർത്ത് ചെയ്ത സുന്നത്താണ് നിങ്ങൾക്ക് കൂലി കിട്ടും. അവിടെ സിയാർത്ത് സുന്നത്താണ്. ആരാണോ സന്ദർശിച്ചത്, സന്ദർശിച്ച ആൾക്ക് ആ സുന്നത്തിന് കൂലി കിട്ടും. മരണത്തെ ഓർക്കാൻ ഉമ്മാന്റെ ഖബറിൽ തന്നെ പോകണമെന്നില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് ഖബറും പോകാം. ഇനി മുസ്ലിമിന്റെ ഖബർ പോലും ആയിക്കൊള്ളുന്നില്ല, ഒരു മുസ്ലിമിന്റെ ഖബർ പോലും ആകണമെന്നില്ല. അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു, മുസ്ലിം അല്ല, അവനെ മറമാടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാറത്ത് പോലും പറ്റുമെന്നാണ് ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അപ്പൊ ഇന്നാളെ ഖബറിൽ പോകുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല. ഏത് ഖബറിലും പോകാം, ഖബർസ്ഥാനിൽ മൊത്തത്തിൽ പോകാം. നബിതങ്ങൾ അധികവും ഒരു ഖബർ പ്രത്യേകം തെരഞ്ഞെടുത്ത് സിയാറത്ത് ചെയ്യുന്ന ശൈലി അല്ല നബിയുടേത്.
ഉമ്മാൻ്റെ ഖബർ, വാപ്പാൻ്റെ ഖബർ, അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ ഖബർ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം ഖബർ തിരഞ്ഞ് ആ ഖബറിൽ പോയി സിയാറത്ത് തിരിച്ചു പോരുക എന്നൊരു ശൈലി നബിയിൽ നിന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല. നബിയുടെ പതിവ് ഖബർസ്ഥാനിലേക്ക് പോകലാണ്. നബി തങ്ങൾ ഖബർസ്ഥാനിലേക്ക് പോകുന്നു, എന്നിട്ട് മൊത്തം ഖബറുകളെ നോക്കുന്നു. അതാ സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളെ വീട്ടുകാരെ നിങ്ങൾക്ക് സലാം. അതാണ് നബിയുടെ പതിവ്. രാത്രി സമയത്ത് എഴുന്നേൽക്കും, എന്നിട്ട് ഖബർസ്ഥാനിലേക്ക് നടക്കും. അവിടെ പോയി ഖബർസ്ഥാനിൽ നിന്ന് ഖബറുകളെ നോക്കി നബി തങ്ങൾ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കും. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബർസ്ഥാനിലേക്ക് പോയി, ബഖീഇലേക്ക്. എന്നിട്ട് ഖബറുകൾ മൊത്തം ഇങ്ങനെ നോക്കി അദ്ദേഹം പറയാ, അല്ലയോ ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ പറയൂ. ആത്മഗതമാണ്. ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ വിശേഷങ്ങൾ. സ്വയം ഒരു ബോധം ഉണ്ടാകാൻ പറയാം. എന്നിട്ട് പറയാം, നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ സമ്പത്തുക്കൾ ഓഹരി വെക്കപ്പെട്ടു പോയി, നിങ്ങളുടെ മക്കൾ അനാഥകളായി മാറി, നിങ്ങളുടെ ഭാര്യമാരെ മറ്റു പലരും വിവാഹം കഴിച്ചു പോയി. ശേഷം അദ്ദേഹം പറയും, ഇനി എനിക്കും ഇതാണല്ലോ വരാനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നു, തിരിച്ചു പോരുന്നു. അപ്പം നബിയുടെയും സ്വഹാബത്തിൻ്റെയും ഖബർ സന്ദർശനങ്ങൾ ഒരു പ്രത്യേകം ഖബർ തിരഞ്ഞെടുത്ത് ആ ഖബറിനെ പോയി സന്ദർശിച്ച് ഇതിൻ്റെ ഉമ്മാൻ്റെ ഖബർ, ഇതിൻ്റെ ഭാര്യൻ്റെ ഖബർ എന്ന് പറഞ്ഞ പോരല്ല. ഇത് നബി തങ്ങൾ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചിട്ടുണ്ട്. അത് സിയാറത്തിന് വേണ്ടി പോയതല്ല. നബി തങ്ങൾ യാത്രാമധ്യേ സാന്ദർഭികമായി അതിലൂടെ കടന്നു പോയി. നബിയും സ്വഹാബത്തും ഒന്നിച്ച് പോകുന്ന വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ നബി അവിടെ നിന്നു, സ്വഹാബത്തും നിന്നു. നബി തങ്ങൾ കരഞ്ഞു. നബി കരഞ്ഞപ്പോൾ സ്വഹാബിമാരും കരഞ്ഞു. അപ്പോൾ എന്താ നബിയെ നിങ്ങൾ കരയുന്നത്? നബി തങ്ങൾ അതിൽ കാരണം പറഞ്ഞു, ഇവിടെയാണ് എൻ്റെ ഉമ്മയുടെ ഖബറുള്ളത്. അപ്പോൾ അത് പോകുന്ന വഴി സ്വാഭാവികമായി ഉമ്മയുടെ ഖബറിൻ്റെ അടിയിലൂടെ കടന്നു പോയപ്പോൾ നബി തങ്ങൾ അവിടെ നിന്നിട്ട് ഓർക്കുകയും കരയുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു, എനിക്ക് അനുവാദം തന്നില്ല. എൻ്റെ ഉമ്മയുടെ ഖബർ ഞാൻ സന്ദർശിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു, എനിക്ക് അല്ലാഹു അനുവാദം നൽകി. അതുകൊണ്ട് നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക, അത് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാക്കും. അതാണ് നബിയുടെ മാതൃക. അല്ലാതെ ഒരു ഖബർ പ്രത്യേകം അവിടെ പോയി സിയാറത്ത് ചെയ്ത് പോന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകൂ എന്ന് എവിടെയുമില്ല. അത്തരമൊരു സിയാറത്ത് നബിയുടെ മാതൃക അധികമൊന്നും കാണാനും കഴിയില്ല. പാടില്ല എന്നല്ല, പക്ഷെ അതല്ല ശൈലി. ഖബർസ്ഥാനിൽ മൊത്തം പോകാം. അപ്പോൾ സിയാറത്ത് ചെയ്താൽ അത് നേട്ടം നമുക്കാണ്. ആ സുന്നത്തിന് കൂലി കിട്ടും. മരണത്തെ ഓർത്താൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഖബറാളികൾ എന്താണ്? നമ്മുടെ ദുആ ആണ്. ഇനി ഖുർആൻ ഓതി ഖബറാളിക്ക് കൊടുക്കുക എന്നുള്ളത് അത് നബിയുടെ ഒരു മാതൃകയിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. ശേഷക്കാരായ പണ്ഡിതന്മാരിൽ പല വീക്ഷണക്കാർ ആ വിഷയത്തിലുണ്ട്. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടുകൾ എവിടെയും ഒരു ഖുർആൻ പാരായണം ചെയ്ത് അത് മയ്യത്തിന് ഹദിയ ചെയ്യുക, അവർക്കതിന് പ്രതിഫലം കൊടുക്കുക എന്ന ഒരു ശൈലി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സ്വതക്കയെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, ഹജ്ജ് ഉംറ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അവർക്ക് വേണ്ടി സ്ഥിരമായി നിലനിൽക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ, സ്ഥിരമായ ഇപ്പോൾ ഉദാഹരണമായി ഒരു പൊതുവായി വെള്ളം കുടിക്കാൻ ആവശ്യമായ കിണർ കുഴിച്ചു കൊടുക്കുക. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അവർ നബിയോട് ഒന്ന് ചോദിച്ചു, നബി എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, സംസാരിക്കാൻ അവസരം കിട്ടിയില്ല, കിട്ടുകയാണെങ്കിൽ സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഞാൻ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് കിട്ടുമോ? അതെ കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഏത് സ്വതക്കയാ നബിയെ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കിണർ കുഴിച്ചോ എന്ന് പറയുകയും അദ്ദേഹം മദീനയിൽ ഒരു കിണർ കുഴിച്ചു. ബിഉറു ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മയുടെ കിണർ എന്നതിന് പേരിട്ടു. കാലങ്ങളോളം ആ കിണർ ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ഖുർആൻ ഓതി അത് മരിച്ചോയ്ക്ക് ഹദിയ ചെയ്യുക, അതിനെ കൂലി അവർക്ക് എത്തിക്കുക എന്നൊരു രീതി നബിയിൽ നിന്നും വന്നിട്ടില്ല. പിൽക്കാലക്കായ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം പറഞ്ഞു. സ്വതക്ക കിട്ടുമെങ്കിൽ, ദുആ കിട്ടുമെങ്കിൽ ഖുർആനോത്തും കിട്ടേണ്ടതല്ലേ എന്ന ന്യായമാണ് കിട്ടുമെന്ന് പറഞ്ഞവർ അത് ന്യായമായി പറഞ്ഞത്. കിട്ടുക ഇല്ലെന്ന് പറഞ്ഞവരോ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല, അത് കിട്ടുമെങ്കിൽ ഇതും കിട്ടണ്ടേ എന്ന് ഇബാദത്ത് വിഷയത്തിൽ പറ്റൂല. ഇതുപോലെ മഗ്രിബ് 3 ആണെങ്കിൽ ഇശാവും 3 ആകണ്ടേ, സുബഹി 2 ആണെങ്കിൽ ളുഹറും 2 പോരെ എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എന്ന പോലെ ഇബാദത്ത് വിഷയത്തിൽ അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്ന ന്യായത്തിന് ഇബാദത്തുകളിൽ പ്രസക്തി ഇല്ല. അതിൽ എന്താണോ അല്ലാഹു റസൂലും പഠിപ്പിച്ചത് അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടുകയില്ലെന്ന് മനസ്സിലാക്കണം എന്ന് ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ മയ്യത്തിനുള്ള ലാഭം നമ്മുടെ പ്രാർത്ഥനയാണ്, നമുക്കുള്ള ലാഭം മരണചിന്തയാണ്. മരണചിന്തക്ക് ഇന്ന ഖബറുകൾ തന്നെ പോകണമെന്നില്ല, ആരുടെ ഖബറുമാകാം, ഖബർസ്ഥാൻ മൊത്തത്തിലുമാകാം. ഇനി മുസ്ലിം അല്ലാത്തൊരാളുടെ ഖബറുണ്ടെങ്കിൽ അവിടെയും ആ സിയാറത്തിന് വേണ്ടി പോകാമെന്ന് നബി ഇമാമൊക്കെ നബി തങ്ങളുടെ ഈ ഒരു ഉമ്മയുടെ വിഷയം പറയുന്നിടത്ത് അദ്ദേഹം അവിടേക്ക് രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാനും കഴിയും. അല്ലാഹു അഅലം. ആദ്യ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ആ ഉദാഹരണം ഒരു കൃത്യമല്ല. കാരണം ദുആന് പുണ്യം കിട്ടുമെങ്കിൽ ഖുർആനും കിട്ടൂലേ, ആ താരതമ്യം ചെയ്യല്. ഉദാഹരണം പറഞ്ഞ് സുബഹി 2 ആണെങ്കിൽ ളുഹറും 2 ആകൂലേ എന്ന്.
അത് രണ്ടും സുബൈ 2 എന്നുള്ളതും ളുഹർ 4 എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ്. അത് രണ്ടഭിപ്രായം ഇല്ലാത്ത കാര്യമാണല്ലോ. അപ്പൊ ഇനി ആ ഉദാഹരണം അത് ഒരിക്കലും ശരിയല്ല, കൃത്യമായിട്ട് പറയാണ്. ഒരു വിഭാഗത്തിലും താരതമ്യം പാടില്ല. അല്ല, ആ ഉദാഹരണം അത്ര കൃത്യമാണ്. സുബൈ 2 ളുഹർ 4 എന്നുള്ള കൃത്യ. പിന്നെ അത് രണ്ടാവെങ്കിൽ ഇതും രണ്ടാവൂല എന്നുള്ള ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. നേരെ മുസ്ലിയാർ ഇവിടെ സൂചിപ്പിച്ച കാര്യം മറ്റത് ദുആ സ്വീകരിക്കും എങ്കിൽ ഖുർആനോത്തും സ്വീകരിക്കും എന്നുള്ളത് അത് പണ്ഡിതന്മാര് അങ്ങനെ ചോദിച്ചെന്നാറുണ്ട്. ഈ സുബൈന്റെ ളുഹറിന്റെ കാര്യത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. അതൊരു വിഷയം. പിന്നെ ഞാൻ ഖുർആനോത്ത് എന്നുള്ള അതൊരു കാരണമാക്കി എടുക്കേണ്ടതില്ല. ഞാൻ ചോദിച്ച വളരെ കൃത്യമാണ്. ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബറിൽ പോയി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഖബർ സിയാറത്ത് ചെയ്താൽ, അത് സ്വീകരിച്ചാൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ? അങ്ങനെ കിട്ടുമെങ്കിൽ അത് പോയതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്ത? സിയാറത്തിന് കൂലി കിട്ടുന്ന ദുആന് കൂലി കിട്ടുന്നതാണ് ഇതാ ഒറ്റവാക്ക് പറഞ്ഞ വേഗം ബോധ്യപ്പെടും. അതായത് ഞാൻ എന്റെ ഉമ്മാന്റെ ഖബറിൽ പോകുന്നു, ഇൻഷാ അല്ലാഹ് നാളെ പോകുന്നു, എന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അതിന് ഉമ്മാക്ക് കൂലി കിട്ടുക എന്നുള്ളത് കിട്ടും. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യാ. ഞാൻ പോകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് എന്തുണ്ട്, ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. ഖബറിൽ പോയി ദുആ ചെയ്യുന്നുണ്ട്, സിയാറത്ത് നടത്തുന്നുണ്ട്, കൂലി കിട്ടുമോ? അതെ, കിട്ടും അല്ലെ? ഖബർ സിയാറത്ത് ചെയ്യാൻ കൂലി കിട്ടും. അപ്പൊ ഉമ്മ മരണപ്പെട്ടു പോയി, കാരണം ഏറ്റവും അധികം സ്നേഹിക്കേണ്ട ഉമ്മയാണല്ലോ. അപ്പൊ ഉമ്മാക്ക് കഴിയുന്നിടത്തോളം പ്രാർത്ഥിക്കുക, കഴിയുന്നിടത്തോളം ഖബർ സിയാറത്ത് ചെയ്യുക, നല്ലതാണ്, സുന്നത്താണ്. അതെ, സന്തോഷമുണ്ട്. അല്ല, അത് പൊതുവെ കാണാറില്ല. പൊതുവെ സുന്നികള് തവസ്സുൽ ഇസ്തിഗാസയും അതുപോലെ തന്നെ ജാറങ്ങൾ തേടി പോകണത് കാണാറുണ്ട് കുറെ ആളുകള്. എന്നാൽ സാധാരണ ഖബറിടങ്ങളിൽ സുന്നികളിൽ മുജാഹിദുകളൊക്കെ മറമാടപ്പെട്ട ഖബർസ്ഥാനുകളിൽ മുജാഹിദ് ഖബറുകളിൽ പൊതുവെ ആളുകളെ വളരെ ശുഷ്കം ഇല്ല. അടുത്ത കാലത്ത് അവിടെ കുറേശ്ശൊക്കെ കാണുന്നുണ്ട്, അല്ലാതെ പൊതുവെ കാണാറില്ല. സുന്നികള് ഉമ്മ വാപ്പാര ഖബറുകൾ ധാരാളം കാണാറുണ്ടായിരുന്നു. അത് ഈ വിഷയത്തിലെ ഈ കാലം വരെയുള്ള അവ്യക്തത കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അത് കാണാത്തിന് ചില കാരണങ്ങളുണ്ട്. അതായത് മുജാഹിദുകൾ ഒരു അമലും കാണിക്കാൻ വേണ്ടി ചെയ്യലില്ല, അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ കണ്ടോളണം എന്നില്ല. അല്ലാത്തതല്ല. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പതിവ്, നമ്മുടെ സുന്നി മുജാഹിദിനപ്പുറത്ത് നമ്മുടെ നാട്ടിലെ പതിവ് എന്താണ്? വെള്ളിയാഴ്ച ഉമ്മയൊക്കെ ഉസ്താദിനെയും കൂട്ടി ഖബറിക്കാണ്ട് പോവുക. എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്യാം, ഒരു അൽഫാത്തൊക്കെ വിളിച്ച് 10-500 രൂപ വാങ്ങി പോകുമ്പോൾ 4 ആൾ അറിഞ്ഞു. അപ്പോൾ സംഗതി ഓന് ഗൾഫിലൊക്കെ പോയി എന്നാലും ഓനിങ്ങനെ നമ്മളെ പഴയ മട്ടത്തിൽ ഇപ്പുറം പോകുന്നുണ്ടെന്ന് ഉസ്താദിനും സമാധാനമായി, ഓനും സമാധാനമായി, മഹലിലെ മെമ്പർഷിപ്പ് ഉറച്ചും ചെയ്തു. അങ്ങനെ കുറേ സിയാറത്ത് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ വകുപ്പിലേക്ക് നമ്മൾ പോക്കില്ല. ഞാൻ പോകാറുണ്ട്. ഞാൻ എൻ്റെ മായി ബന്ധപ്പെട്ട വാപ്പാൻ്റെയും വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും ഒക്കെ ഖബറുകളിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇനി അവിടെ പോയില്ലെങ്കിലും മരിച്ച എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുമുണ്ട്. ഖുതുബയിൽ പ്രാർത്ഥിക്കാറുണ്ട്, സംസാരങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ എല്ലാ ദുആയിലും അല്ലാഹു ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, എല്ലാവരും പെട്ടുവരും. മരിച്ചുപോയവർക്കും ജീവിച്ചിരിപ്പോൾ റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാത്ത ഒരു പ്രാർത്ഥിക്കാത്തൊരു ഖുതുബ മുജാഹിദ് പള്ളിയിൽ പലപ്പോഴും ഉണ്ടാവാറേ ഇല്ല. അപ്പൊ അതിൽ മരിച്ചുപോയ്ക്ക് എല്ലാം ഉള്ള ദുആയാണ്. ഖുർആൻ പഠിപ്പിച്ച ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അപ്പൊ ഞങ്ങൾക്ക് പുറത്തുതാ, ഞങ്ങൾക്ക് മുമ്പ് ഈമാനിൽ മുൻകടന്നു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ. ഇനി ഇവിടെ വന്നതിന് ശേഷം മരിച്ചുപോയ ഒരുപാട് മനുഷ്യന്മാർക്ക് ഞാനും ഉമറും എൻ്റെ സംസാരത്തിനിടയിലൊക്കെ പ്രാർത്ഥിച്ചു. മരിച്ചുപോയ ധാരാളം ആൾക്ക് ഇമാം ബുഖാരി എന്ന് പറയുമ്പോൾ ഉടനെ പറയും റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന് ലഭിക്കട്ടെ. മരിച്ചാക്കളുടെ ദുആയാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ, ഷാഫി ഇമാം അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കട്ടെ. ഇമാം നബി റഹിമഹുല്ലാ, നബി ഇമാം അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കട്ടെ. ഇതൊക്കെ പ്രാർത്ഥനയാണ്. അപ്പം മരിച്ചുപോയ ആർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാം, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ പഠിപ്പിക്കപ്പെട്ട കാര്യം. അതിന് ഖബറിനെ തന്നെ പോയിക്കൊള്ളണമെന്നില്ല, എവിടെയും പോയി പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഖബർ സിയാറത്ത് എന്നത് ഒരു ഖബർ തന്നെ പ്രത്യേകിച്ച് പോയാൽ മരണത്തെ പറ്റി ഓർമ്മ ഉണ്ടാവൂ, അതുമില്ല. ഏത് ഖബറിലും പോകാം. അത് വാപ്പാൻ്റെ ഖബറിൽ പോകാം, മൻ്റെ ഖബറിൽ പോകാം, സുഹൃത്തിൻ്റെ ഖബറിൽ പോകാം, ജേഷ്ഠാന്യമ്മയുടെ ഖബറിൽ പോകാം, അയൽവാസിൻ്റെ ഖബറിൽ പോകാം. ഇനി ആ സുഹൃത്ത് മുസ്ലിം അല്ല, അവൻ്റെയും ഖബറിൽ പോകാം. അതാണ്, എവിടെയും പോകാം. നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഗുണം തീർച്ചയായും മരിച്ചവർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുന്നുവെങ്കിൽ. അള്ളാഹു വഴി. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ. ഫസൽ മുസ്ലിയാർ നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ വോയിസ് ഇട്ടാൽ മനസ്സിലാവും. റസൂല് പ്രത്യേകിച്ച് ഒരു
കബറ് തേടി പോവേണ്ടതില്ല, അത് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് നേരത്തെ വോയിസിൽ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞത് ഞാൻ പോലുണ്ട്, വല്യമാന്റെ അടുത്ത് പോലുണ്ട്, വല്യാപ്പാന്റെ അടുത്ത് പോലുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആ 2 വോയിസ് വേണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അപേക്ഷ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യാം. അല്ല, നേരത്തെ പറഞ്ഞത് രണ്ടും വിരുദ്ധാണ്. സുഹൃത്തെ, റസൂല് പോകാറില്ല. ഞാൻ പറഞ്ഞോ റസൂല് അപ്പോഴത്തെ വൈരുദ്ധ്യാകല്. ഞാൻ പറഞ്ഞ റസൂൽ അങ്ങനെ പോകാറില്ല. ആ റസൂല് പ്രത്യേകം കബർ തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാല് വൈരുദ്ധ്യമാകാം, മറ്റെങ്ങനെ വൈരുദ്ധ്യമാകാം. എന്നാൽ നമുക്ക് പോകാം, അതല്ലേ പറഞ്ഞ നമുക്ക് പോകാം, ആർക്കും പോകാം. എന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകാൻ ഇന്ന കബറുകൾ തന്നെ പോകണമെന്നില്ല. അതാ പറഞ്ഞത്, ഏത് കബറെങ്കിലും പോകാം. അത് മുസ്ലിം ആകാം, അല്ലാത്തതാവാം, സുഹൃത്താവാം, ബന്ധുവാം. എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ പോകാറുണ്ട്, നിങ്ങളും പോകാറുണ്ട്. പോകാത്തവരുണ്ടാകാം, പോണവരുണ്ടാവാം, ഒന്നും വിരോധമില്ല. നബിതങ്ങൾ ഖബർ സിയാറത്ത് പഠിപ്പിച്ചു കൊടുത്ത് ഒരു പ്രത്യേക ഖബർ തന്നെ പിടിച്ച് പോകുന്ന പതിവ് അധികമൊന്നുമില്ല. അത് ഞാൻ അടുത്ത പ്രത്യേകം പറഞ്ഞത്. എന്നാൽ ഉമ്മാന്റെ ഖബറിൽ പോയിട്ടുണ്ട്, അത് സിയാറത്ത് ഉദ്ദേശിച്ച് പോയതല്ല. യാത്രാ മധ്യേ ഉമ്മാന്റെ ഖബർ കണ്ടപ്പോൾ അവിടെ പോയി. അതിലിപ്പം തന്നെ വൈരുദ്ധ്യം അല്ല. അത് മുസ്ലിയാർ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി, ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിനെ പറ്റി അല്ല ചോദിച്ചത്. അല്ല, അപ്പൊ ഓർമ്മപ്പെടാൻ പോവാ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. മൗലവി പറഞ്ഞു വല്യാപ്പാന്റെയും ഉമ്മാന്റെ ഖബർ തെരഞ്ഞ് പ്രത്യേകിച്ച് പോകേണ്ടതില്ല എന്ന് റസൂല് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മൗലവി പറഞ്ഞു അങ്ങനെ പോകേണ്ടതുമില്ല എന്ന് പറഞ്ഞു. അതിന് പുണ്യം കിട്ടൂല എന്നുള്ള, പുണ്യം കിട്ടാൻ അതിന് പോകണ്ട, വീട്ടിൽ നിന്ന് നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ് വല്യമ്മേന്റെയും വല്യാപ്പാന്റെ ഖബറുകളൊക്കെ മൗലവി പോലുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഇട്ടോക്കി, ആ സൗണ്ട് ഇട്ടോ. ശരി, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ശരിയാ പോലെ കഴിഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ അടുത്ത ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. തല്ലേ ഉളുപ്പത് ഇത്രയ്ക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ ഉദ്ദേശം നമുക്ക് അറിയില്ല. അള്ളാഹു ആലം. വളരെ വിശദമായി പറഞ്ഞു, എല്ലാവർക്കും കേട്ടു. ഇനി അത് നിങ്ങൾ പറഞ്ഞത് ശരി, സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, റസൂൽ പ്രത്യേകം ഖബർ തേടി പോയിട്ടില്ല, പൊതുവായി ഖബർസ്ഥാനിൽ പോയിട്ടുണ്ട്. എന്നാൽ ഏത് ഖബറിലും പോകാം, ഇന്ന ഖബറിൽ പോകണമെന്നില്ല, പോകും ചെയ്യാം. ഞാൻ പോകലുണ്ട്, ഇനിയും പോകും ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് സുന്നത്താണില്ലേ, സുന്നത്താണ്. അപ്പോൾ ഖബർസ്ഥാനിൽ മൊത്തത്തിൽ പോകാം, ഒരു ഖബറിൽ പ്രത്യേകം പോകാം, എവിടെയും പോകാം. മരണത്തെപ്പറ്റി ഓർമ്മ ഉണ്ടാകാൻ ഇന്ന ഖബറിൽ തന്നെ പോകണമെന്നില്ല. എൻ്റെ വാപ്പാനെ ഖബറിൽ പോയാലേ എനിക്ക് മരണം ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നില്ല. ഏത് ഖബർസ്ഥാനിൽ പോലും പറ്റും. ഖബർസ്ഥാൻ അടുത്തുകൂടി പോകുമ്പോഴൊക്കെ മരണത്തെ ഓർക്കാം. എന്താ വൈരുദ്ധ്യം? അത് നിങ്ങൾ പറഞ്ഞൊക്കെ ഓക്കെ, ശരി. ഞാൻ അടുത്ത ചോദിച്ചോളാം, അതല്ലേ ഒരു ചോദ്യം. ആയിക്കോട്ടെ. അപ്പോ ഒരു ഖബറ് മറമാടി കഴിഞ്ഞോടുകൂടി ഖബറാവുമല്ലോ. മറമാടി കഴിഞ്ഞോടുകൂടി ഖബറായി. അപ്പോ അവിടെ ഉണ്ടാണോ തേടി പോകേണ്ട ആവശ്യമില്ല, മറ ഇത് കഴിഞ്ഞ ഉടനെ. അപ്പൊ അവിടെ ധാരാളം ആളുകളുണ്ട്. ഖബർ സിയാറത്ത് നല്ല കാര്യമാണല്ലോ. അവിടുന്ന് ഒരു ഖബർ സിയാറത്താണ് ചെയ്താണ്ട് പോരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അത് റസൂൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ നല്ല കാര്യമാണല്ലോ, കൂലിട്ടുന്ന കാര്യമാണല്ലോ. സ്വീകരിച്ചാല് ആ ഖബർ കിടക്കണ കൂലിട്ടി. അപ്പൊ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള അറിവോട് കൂടി തന്നെ ആ മറ മാടിയായിട്ട് തന്നെ ഒരു ഖബർ സിയാറത്താണ് ചെയ്താൽ അവിടുന്ന് വാശി പിടിച്ചാണ്ട് പോരേണ്ട ഒരു കാര്യമൊന്നുമില്ല. അവിടെ നിൽക്കുന്നവർക്ക് നിൽക്കുക, അതിന് തെറ്റൊന്നുമില്ലല്ലോ. അവര് ഇനി ഖുർആൻ ഓതണ കൂലിയ ഓതണോന് കിട്ടും ചെയ്യും. സ്വീകരിച്ചാല് ഖബർ കിടക്കണൊക്കെ കിട്ടൂലേ. അപ്പൊ ഖബർ സിയാറത്ത് എന്താ നമ്മൾ മനസ്സിലാക്കിയത്? നിങ്ങൾ ഖബർ സിയാറത്ത് ഇതിന് പോകുന്ന ഖബർ സിയാറത്ത് ചെയ്യാതെ പോരാൻ വയ്ക്കുമോ? ഒരു ഖബർ മറമാടി കഴിഞ്ഞാൽ ഖബർ സന്ദർശിക്കുന്നത് എങ്ങനെ പോരാം? സിയാറത്ത് സന്ദർശിക്കാൻ അർത്ഥം. ഒരാൾ മയ്യത്ത് മറമാടി ഖബറായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും വീട്ടില്ല നമ്മളാരും പോരല്ലേ. കണ്ണ് ചെമ്മി തിരിഞ്ഞു നോക്കാൻ അങ്ങോട്ട് പോലൊന്നുമില്ല. ആ ഖബറാളിക്ക് പ്രാർത്ഥിച്ചിട്ടേ പോലുള്ളൂ. അവിടെ നിന്ന് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോരുക. അതാണ് തസ്ബീത്ത്. അത് നിങ്ങൾ മുജാഹിദീങ്ങൾ ഉഷാറായി കാണുക രംഗത്ത്. സുന്നാളെക്കാളേറെ മുജാഹിദീങ്ങൾ. സുന്നാളെ കാണുന്നത് എപ്പോഴാണ്? മുജാഹിദ് ഉണ്ടെങ്കിൽ കാണുള്ളൂ, അല്ലെങ്കിൽ കാണൂല. മുജാഹിദ് ഉണ്ടെങ്കിൽ അപ്പോൾ സുന്നാൾ ഒരു ആവേശത്തിൽ വരും. അപ്പോൾ അവിടെ സന്ദർശിച്ചിട്ട് തന്നെ പോലുള്ളൂ. സംശയം അങ്ങനെ തന്നെ വേണ്ടതും. അവിടെ നിന്ന് ആ മയ്യത്ത് മറമാടി കഴിഞ്ഞ് ഒട്ടകത്തടത്ത് വാരി കൊടുക്കുന്ന അത്രയും സമയം അവിടെ നിന്ന് ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാണ് പോരേണ്ടത്. അത് നബിയുടെ മാതൃക ഉണ്ട്. നബിയുടെ മാതൃക ഉണ്ട്. നബി പഠിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യാറുമുണ്ട്. എന്നാൽ ഖുർആൻ ഓതലോ നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതൊന്ന് കിട്ടണേ കിട്ടിക്കോട്ടെ, അങ്ങനെ കൊട്ടക്കണക്കിനുള്ള ഏർപ്പാട് ഇസ്ലാമിലില്ല. നമ്മൾ ചെയ്ത് വെക്കുക, കിട്ടണേ കിട്ടിക്കോട്ടെ, ഞങ്ങൾ പോയിക്കോട്ടെ, അങ്ങനെ ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇപ്പോൾ ഞങ്ങളുടെ മുസ്ലിം പറഞ്ഞു നമ്മളിപ്പോൾ വിദേഹത്താണ് ഞാൻ ചെയ്യുക, മാണെങ്കിൽ അല്ലർത്തോട്ടെ, മാടി ഒഴിവാക്കിക്കോട്ടെ. അങ്ങനെ ഒരു കമ്മട്ടത്തിന് കുറേ ചെയ്തിട്ടിട്ട് അല്ലാക്ക് വേണ്ടി അല്ലർത്തോട്ടെ, അല്ലാത്തോണ്ട് വേസ്റ്റ് ഒഴിവാക്കിക്കോട്ടെ, ആ ഏർപ്പാട് ഇസ്ലാമിലില്ല. അള്ളി റസൂലും പഠിപ്പിച്ചെങ്കിൽ അതാണ് ദീന്. പഠിപ്പിക്കാത്ത ഒന്ന് പിന്നെ ആര് കൊണ്ടുവന്നാലും ദീനാവുകയുമില്ല. അല്ലാഹു